ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോടൻ ബീഫ് ബിരിയാണിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ ബീഫാണ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 4-5 സവാള നീളത്തിലരിഞ്ഞത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് ഒരു 3-4 വലിയ തക്കാളി ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ചതച്ചതാണ്. പച്ചമുളകാണ് ഇതിൻ്റെ എരിവിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. മുളക് പൊടി സാധാരണ ചേർക്കാറില്ല. പിന്നീട് പച്ചമുളക് ചതച്ചത്, അതുപോലെ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, അത് ഓരോരുത്തരുടെ എരിവിൻ്റെ പാകത്തിന് ഇട്ട് കൊടുക്കുക. ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിന ഇല, ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് പൊടികളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ബീഫ് ആയതുകൊണ്ട് തന്നെ ഒരു 2-3 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 1.5 സ്പൂൺ ഗരം മസാലയാണ്. ഇതാണ് ബീഫ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മുഴുവൻ മസാലയൊക്കെ നമ്മൾ റൈസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നീട് ഞാൻ അതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് കൈവച്ചൊന്ന് ഇത് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര്, കട്ട തൈര് ചേർക്കാനായിട്ട് മറക്കരുത് കേട്ടോ. കട്ട തൈര് ഇല്ലെങ്കിൽ സാധാരണ തൈരായാലും മതി. ഞാനിപ്പോൾ കട്ട തൈര് ചേർത്തന്നേ ഉള്ളൂ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വാരി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ബീഫിന് സാധാരണ ഇങ്ങനത്തെ പീസസ് അല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. നല്ല വലിയ കഷ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ബീഫ് മേടിച്ചപ്പോൾ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനൊന്നും പ്ലാൻ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ബീഫിൻ്റെ പീസസ് ക്യൂബ്സ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. നിങ്ങൾ മേടിക്കുമ്പോൾ വലിയ കഷ്ണങ്ങൾ നോക്കി മേടിക്കുക. പിന്നീട് മുഴുവൻ മസാലയ്ക്കുള്ള മസാലകൾ എടുത്തു കൊടുക്കുക. കറുവപ്പട്ട, ഒരു 10-15 ഏലക്ക, 2 തക്കോലം, ഒരു 10-15 കുരുമുളക്, അതുപോലെ നമ്മൾ കുറച്ച് ഗ്രാമ്പു, ഒരു 5-8 ഗ്രാമ്പു, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഷാജീര. ഇത് ഓപ്ഷണലാണ് കേട്ടോ. അത് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവറൊക്കെ കിട്ടും. പിന്നെ ഒരു ചെറിയ ജാതിപത്രിയുടെ കഷ്ണം, അതും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് ഒരു ചെരുവത്തിലേക്ക് വെള്ളം വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുക്കുക. പിന്നീട് കുറച്ച് നെയ്യും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക, മൂടി വെച്ച്. അത് തിളച്ച് അതിൻ്റെ ഫ്ലേവറൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. ജീര റൈസാണ് ഈ ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അരി ഇങ്ങനെ വേണമെങ്കിൽ വേവിക്കാം, അല്ലെങ്കിൽ അരി അതിൻ്റെ ഒരു പകുതിയാവുമ്പം ബീഫിൻ്റെ കൂടെ ഒന്നിച്ചിട്ട് വേവിക്കാം. എനിക്ക് ഈ രീതിയിലാണ് കംഫർട്ടബിൾ, അതുകൊണ്ടാണ് ഞാനിതെങ്ങനെ വേവിക്കുന്നത്. അതിനുശേഷം നെയ്യിൽ കിസ്മിസ് അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ശേഷം സവാള, ഗാർണിഷിങ്ങിനുള്ള സവാള വറുത്ത് മാറ്റി വയ്ക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരിയുടെ വേവ് നോക്കുന്നുണ്ട്. അരിയുടെ വേവ് പാകമായി കഴിയുമ്പോൾ അത് ഊറ്റി വയ്ക്കുക കേട്ടോ. ബീഫ് റെഡി ആയിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം കൂടുതലുണ്ട്, അതൊന്ന് വറ്റിച്ചെടുത്തു. പിന്നീട് ഞാനതിൽ കളറിന് വേണ്ടിയിട്ട് ആ അരി വേവിച്ച വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അവിടെ ഇളക്കി വെക്കുന്നുണ്ട്. ഇതാണ് കളറിന് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ദം ചെയ്യുവാണ്. ആ ബീഫിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഒരു 80% വേവാണ് കേട്ടോ അതിനുള്ളൂ. പിന്നെ സവാള ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്, അതുപോലെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, മല്ലിയില, പുതിനയില, ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒരു സ്പൂൺ 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ആ മഞ്ഞ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും അവിടെ ഇവിടെയായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അലൂമിനിയം ഫോയിൽ വെച്ചൊന്ന് മൂടി അതിൻ്റെ മുകളിലൊരു വെയിറ്റും വെച്ചിട്ട് ഒരു 25 മിനിറ്റ്സ് ഞാൻ ദം ചെയ്തിട്ടോ. അതിന് ശേഷമാണ് പ്രോപ്പറായിട്ട് നമ്മുടെ ദം പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴുള്ള ഒരു കാഴ്ചയാണിത്. അപ്പം അതിനെ ഞാൻ ആ മസാലയൊക്കെ ഈവണായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുവാണ്. അപ്പം ഇതാണ് നമ്മുടെ കോഴിക്കോടൻ ബീഫ് ബിരിയാണി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പറാണേ.